വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ. അപ്പൊ അവരോട് നമ്മൾ ഓരോ വർഷമാണെങ്കിലും ഇങ്ങനെ ക്ലാസ് ടൈമിൽ നമ്മൾ ചോദിക്കാറുണ്ട് ആരാകണമെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ വർഷം പറയുന്ന ആൻസർ ആയിരിക്കത്തില്ല നെക്സ്റ്റ് ഇയറിൽ. അപ്പൊ അവർക്ക് തന്നെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അവർക്ക് ഒരു ഔട്ട്ലൈനും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു അനാലിസിസിലൂടെ അവരുടെ ആ ഒരു മനസ്സിലേക്ക് ആ ഒരു പോയിന്റ് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാണാത്ത കുറെ അല്ലെ നമുക്ക് അറിയാൻ പറ്റാത്ത അറിവുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അവർക്ക് ഇന്ന കഴിവുണ്ട് അല്ലെ ഇന്ന ഒരു ഏരിയയിലുണ്ട്, നമുക്ക് ഇപ്പൊ വേറൊരു പുതിയൊരു ഇൻഫർമേഷൻ. സാധാരണ മിസ്സേ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്കൂളിൽ വന്ന് ഡിഫറെന്റ് കരിയേഴ്സിനെ കുറിച്ച് പറയുന്ന, ശരിക്കും കരിയർ കൗൺസിലിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് സെൽഫ് അവയർനെസ്. ഷെഫ് ആവണമെന്നാണ് ആഗ്രഹം. ഷെഫ് ആണോ ഇഷ്ടം? ഷെഫ് എന്താ ചെയ്യുന്നത്? സാധാരണ കുക്ക് ചെയ്യുന്നത്. മോൻ എന്തേലും കുക്ക് ചെയ്യാൻ അറിയോ? ഇപ്പൊ പപ്പടം അറിയാം. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന സംസാരിക്കുന്ന ഞാൻ തന്നെ ഇവിടുത്തെ ഒരു ഫോർമർ സ്റ്റുഡന്റ് ആണ്. ഞാൻ കുടമാളൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ സയൻസ് ലാബ് എന്താണ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ കമ്പ്യൂട്ടർ ലാബ് എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായി. കാരണം കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടി ഈ സയൻസ് ലാബിൽ എങ്ങനെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഈ കുട്ടിയെ എങ്ങനെ പ്രവർത്തിപ്പിക്കും, ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അധ്യാപകർക്കുണ്ടായിട്ടോ അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഉൾഭയം കൊണ്ടോ ഒക്കെ ഇതിലേക്ക് കാഴ്ചപരിമിതരായ വിദ്യാർത്ഥിനികളെ അടുപ്പിക്കാറില്ലായിരുന്നു. ഈ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്കും ഇതൊന്നും നിക്ഷേപിക്കുവാൻ പാടില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതും ഈ വിദ്യാലയത്തിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. കുഞ്ഞുങ്ങളോട് ചോദിക്കേണ്ടത്, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് ജോലി ചെയ്യാനാണ് ഏറ്റവും താല്പര്യം? Anna wants to become a nurse. Nurse ഡോക്ടർ ആയിട്ടുള്ള വ്യത്യാസം എന്നാ? Nurse should be more empathetic. അല്ലെ, നമുക്ക് മറ്റുള്ളവരെ ഫീൽ ചെയ്താൽ നഴ്സിംഗിന് പോകാൻ പറ്റുള്ളൂ. Clap for Anna, please. Thank you, Smita. What about you? എന്തോ? Teaching. Awesome. Beautiful profession. എന്നായിരിക്കും ഏറ്റവും കൂടുതൽ അവർക്കുള്ളത്? Social factor, empathy, and even അവർ പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് മനസ്സിലാകട്ടെ. So the communication has to be excellent. നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖല കണ്ടെത്തുന്നതിന് അതിനെ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പൊതുവെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഹാപ്പി ഈസ് ദ മാൻ ഹൂസ് ജോബ് ഈസ് ഹിസ് ഹോബി. ഇഷ്ടമുള്ള ഒരു മേഖല നമുക്ക് നമ്മുടെ തൊഴിലായിട്ടും കൂടി കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷം വേറൊന്നിനും. ഇംഗ്ലീഷില് ഒരു പ്രശസ്തനായ ഒരു കവിയുണ്ട്, ഒരു അമേരിക്കൻ കവിയാണ്, റോബർട്ട് ഫ്രോസ്റ്റ് എന്നാണ് പേര്. അദ്ദേഹം പ്രസിദ്ധങ്ങളായ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പ്രശസ്തമായ ഒരു കവിതയാണ് ദ റോഡ് നോട്ട് ടേക്കൻ. നടന്നു പോകുമ്പോൾ രണ്ട് വഴി. He met with a fork. The road diverged. റോഡ് രണ്ടായിട്ട് മാറും. Which road should I follow? അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ആയി. ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോ അത് നല്ല വഴി, ഇപ്പറേ നോക്കുമ്പോ ഇതും നല്ല വഴി, ഇതിൽ ഏത് വഴിയെ പോകണം? He was very much confused. പിന്നെ അതേ ഒരു തീരുമാനം എടുത്തു. He chose the road less trodden. അധികം ആൾക്കാർ പോകാത്ത ഒരു വഴി, അത് ഗ്രാസി ആയിരുന്നു, ഒത്തിരി കരയിലേക്ക് വീണ് കിടപ്പുണ്ട്. അപ്പൊ ആൾക്കാർ അധികം it was not trodden by many people. ആ വഴി അദ്ദേഹം പോയി. അദ്ദേഹം പറയുന്നു, that made all the difference in my life. അതാണ് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇതെല്ലാവർക്കും അങ്ങനെ നല്ല വഴി കണ്ടെത്താൻ കഴിയണമെന്നില്ല. അപ്പൊ ആരെങ്കിലും there should be someone to help us or to guide us. ഡോക്ടർ ഷൈനി ആന്റണി ഈ ഒരു മേഖലയിൽ വളരെ ഡെഡിക്കേഷനോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാനിഫോൾഡ്. നമുക്ക് ഏതൊരു പ്രത്യേക കഴിവായിട്ട് പറയാൻ പറ്റില്ല. ഡോക്ടർ ഷൈനിയുടെ ആത്മാർത്ഥത, സിൻസിയറിറ്റി, അങ്ങോട്ടൊന്നും വേണ്ട, തേടി ഇങ്ങ് വരും. ഇപ്പൊ ഈ സ്കൂളിലേക്ക് വന്നു, ഇനി ഇതിനപ്പുറത്തേക്ക് പോകും ഡോക്ടർ ഇങ്ങനെ പോവാണ്. ആരെയും ഒന്ന് നല്ല വഴി കാണിക്കാനോ അവരുടെ മുഖത്തൊരു ചിരി വരുത്താനോ. ഡോക്ടർ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇവിടെ സൂമ്പ പഠിക്കാൻ വരുമ്പോ കുട്ടികള് ആ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ചിരിച്ച് പുറത്തേ ആടുമായിരുന്നു. അപ്പൊ അതൊക്കെ സാധിക്കുക, വേറൊരാളുടെ മുഖത്തൊരു ചിരി വരുത്തുക, അവരുടെ മനസ്സിൽ സന്തോഷം വരുത്തുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ്. അപ്പൊ ഈ ഒരു ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നടക്കുന്ന ഈ ഒരു പരിപാടിക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. പറ്റുമെങ്കിൽ കുട്ടികളും സ്റ്റാഫും എല്ലാം ഇവിടെ കോട്ടയം പബ്ലിക് ലൈബ്രറിയിലേക്ക് വരിക. ലൈബ്രറിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങൾ ചെയ്യുക, അതിന് മനസ്സുള്ള ഒരു പ്രസിഡന്റും ലതിക മാഡത്തിനെ പോലെയൊക്കെ ഉള്ള ഒരു മാനേജിംഗ് കമ്മിറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അമൃത NSS വോളണ്ടിയർ അല്ലേ? അതെ അതെ. ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ചെയ്ത ടെസ്റ്റിനെ കുറിച്ച് എല്ലാ ആസ്പെക്ടിലും വരുന്നുണ്ട്. ആദ്യം അത് വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങുന്നത്. അത് തന്നെ അപ്പൊ നമുക്ക് പോകാൻ എളുപ്പമാണ്. നമ്മളെ പറ്റി ചോദിച്ച് ഡീപ്പായിട്ട് വന്ന് അവസാനം ആ ഒരു ലെവലോട് വരുമ്പോൾ നമ്മളും
ചിന്തിച്ച് വേണം പറഞ്ഞു. സോ എത്രത്തോളം ഒരു കരിയർ അസസ്മെന്റ് ഒരു കുട്ടിക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു? നല്ല രീതിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് അത് വളരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ആ ഒരു പ്രായത്തിൽ തന്നെ മേ ബി നമ്മുടെ ആഗ്രഹം ആയിരിക്കില്ല നമ്മുടെ കഴിവുകൾ. ഓക്കെ, ഞാൻ മനസ്സിലായത് ഫ്രം ദ ടെസ്റ്റ്. ഇൻ മൈ പെർസ്പെക്റ്റീവ് കുട്ടികൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു എന്താ തിങ്ക് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുക, സെൽഫ് അവെയർ ആവുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യേണ്ടത്, എനിക്ക് അപ്പൊ ഇങ്ങനെ ഒരു ചോയ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചൂസ് ചെയ്യാൻ, എനിക്ക് എന്തൊക്കെയാണ് എനിക്ക് ഓപ്ഷൻസ് ഉള്ളത്. എന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകയാക്കുവാനായിട്ട് ആദ്യത്തെ തുടക്കം 1ാം വർഷ പ്രീ ഡിഗ്രിക്ക് ഞാൻ നാഷണൽ സർവീസ് സ്കീമിൽ അംഗമായിരുന്നു. പിന്നീട് അങ്ങനെ നാഷണൽ സർവീസ് സ്കീമിന്റെ കെ കോളേജിലെ യൂണിറ്റിന്റെ ഭാഗമായിട്ട് റെഗുലർ ആയിട്ട് എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ 2-3 മണിക്കൂർ വന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോ ഒളസ അന്ധവിദ്യാലയം എന്ന് പറയുമ്പോൾ 10-16 വയസ്സുള്ള കാലഘട്ടം മുതലുള്ള ഒരു ബന്ധമാണ്. ഇപ്പോഴും ഞാന് ഡെഫ് അസോസിയേഷന്റെ സംസ്ഥാന രക്ഷാധികാരിയാണ്. അവരുടെ കയ്യടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ അന്ധവിദ്യാലയത്തിലെ കുട്ടികളുമായിട്ട് ഇടപഴകിയതാണ് പിൽക്കാലത്തെ എന്റെ പൊതുപ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഓരോ ചുവടുകളും പ്രോത്സാഹനജനകമായെന്ന് പറയാനായിട്ട് ഈ സന്ദർഭം വിനിയോഗിക്കണം. ഈ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, ഏത് ജോലിയും അതൊരു പവിത്രമായിട്ട് കരുതുക, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കരുതുക. തീർച്ചയായിട്ടും അപ്പൊ നമുക്കൊരു മുഷിപ്പും തോന്നത്തില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ NS നാഷണൽ സർവീസ് സ്കീമും 3ാം വർഷം ഞാൻ ലീഡർ ആയിരുന്നത് കൊണ്ട് എന്നെ ടീച്ചർമാര് തന്നെ എന്നെ ദശദിന ക്യാമ്പിന് വിളിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് എനിക്കിന്ന് പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ പറയുമ്പോൾ ജീവിതം പ്രാവർത്തികമാക്കാനും ഒക്കെ കഴിയുന്നത്. അതുകൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ ആയ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ 6 ഡിവിഷനുകളുണ്ട്. മാനന്തവാടിയിലും നെല്ലിയാമ്പതിയിലും അതുപോലെ തന്നെ നമ്മുടെ ഗവി നിങ്ങൾ കേട്ടിട്ടില്ലേ, എക്കോ ടൂറിസത്തിന് പ്രശസ്തി കേട്ട. അതുപോലെ തന്നെ ദുൽഖർ പറയുന്ന മീശപ്പുലിമലയിൽ പോയില്ലെങ്കിൽ എന്ന് പറയുന്ന മീശപ്പുലിമല നമ്മുടെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ എക്കോ ടൂറിസം പ്രോജക്റ്റിൽ പെട്ടതാണ്. മീശപ്പുലിമല സഹ്യപർവ്വതം കഴിഞ്ഞാല് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഓഫ് കേരള, അതാണ് മീശപ്പുലിമല. ഇവിടെയൊക്കെ നിങ്ങൾ സന്ദർശിക്കണം. അതുപോലെ തന്നെ അരിപ്പുണ്ട് തിരുവനന്തപുരം ജില്ലയില്. അതുപോലെ തന്നെ പുനലൂര് ഒക്കെ ആയിട്ട് ഈ 6 ഡിവിഷനുകൾ കിടക്കുന്നു. ഒരു സായാഹ്നം പബ്ലിക് ലൈബ്രറിയിൽ റെഡിയാണോ മക്കളെ? മറ്റു കൂട്ടുകാരോട് നിങ്ങൾ പറയട്ടെ, ലൈബ്രറിയിൽ നമുക്ക് പോണം. ഇത് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. വിജയകുമാർ സാറ് പറഞ്ഞല്ലോ, റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒക്കെ കവിതയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് വലുതാകണം, മനസ്സ് നന്നാവണം അല്ലെ? മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃദാമ്പുകൾ വിടരട്ടെ, മനസ്സ് നന്നാവട്ടെ. ഇപ്പൊ മനസ്സ് നന്നാവാനുള്ള പഠനവും അതിനൊപ്പം ഡോക്ടർ ഷൈനി എന്താ പറയുക, ഇങ്ങനെയാകും ഒരു ദന്ത ഡോക്ടറാ. ഇന്നലെ മിനിയാന്ന് വൈകുന്നേരം ലൈബ്രറിയിൽ കഴിഞ്ഞപ്പോഴേക്കും അന്നേരം ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നു. ഇതേ ഉത്സാഹത്തോടു കൂടി സന്ധ്യ ആകാറായപ്പോഴാ. ചില ഡോക്ടർമാരുടെ സന്ധ്യയൊക്കെ ആകുമ്പോഴേക്കും തളർന്ന് ഒരു പരുവത്തിലാകും അല്ലെ, നല്ല ഇതേ ഉത്സാഹത്തോടു കൂടി. അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ്രേഷൻ തരാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് ആണ് ഈ ഇരിക്കുന്ന ഡോക്ടർ ഷൈനി. അവരെ വിടാതെ വളശാന്ത വിദ്യാലയവും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സും പിന്തുടരണം, പിടിച്ചെടുക്കണം. അവരിപ്പോ ഇങ്ങോട്ട് വന്നു, പക്ഷെ നമ്മള് ബലമായിട്ട് അവരെ പിടിച്ചോണ്ട് പോകണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ഡോക്ടർ ഷൈനിയാണ് എന്നെ ക്ഷണിച്ചത്. എന്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പിനെ പോലും ഞാൻ സ്നേഹിക്കുന്ന ഡോക്ടർ ഷൈനിക്ക്, കുര്യൻ സാറിന്, കോട്ടക്കൽ ആര്യവൈദ്യശാലയ്ക്ക്, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സിന്, CMSന്, അതുപോലെ തന്നെ BEd കോളേജ് കുടമാളൂര്, എനിക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാരെയും കാണാൻ കഴിഞ്ഞത്. നമസ്കാരം. ജയ് ഹിന്ദ്. ഷെഫ് എന്ന് പറഞ്ഞ ഒരാൾക്ക് നല്ല ക്ഷമ വേണം ഒന്ന്, പിന്നെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കണം. ഒന്ന് ആദ്യത്തെ പടിപടിയായിട്ട് ചെയ്യാനുള്ള ഓർഗനൈസ്ഡ് ആയിരിക്കണം. അതിനിപ്പം മോൻ എന്നാ ചെയ്യാൻ പറ്റുന്നത്, മോന്റെ തുണി തന്നായിട്ട് കഴുകാൻ നോക്കണം, അടുക്കി വെക്കണം, രാവിലെ തന്നെ കറക്റ്റ് ടൈമിൽ എഴുതണം. അങ്ങനെ ഓർഗനൈസ്ഡ് ആവുകയാണെങ്കിൽ ഷെഫ് ഒരു ഓർഗനൈസ്ഡ് ഒരു കരിയർ ഉള്ള ആളാണ്. അപ്പൊ അതിലേക്ക് ബെറ്റർ. ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. അവനവനെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാന തത്വം. പലർക്കും ഇപ്പോൾ ഇന്ന് ആ ഒരു തിരിച്ചറിവാണ് ഇല്ലാത്തതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ശരിക്കും ആ ഒരു റിയലൈസേഷനിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം സാധാരണ മിസ്സേ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്കൂളിൽ വന്ന് ഡിഫറെൻറ്റ് കരിയേഴ്സിനെ കുറിച്ച് പറയുന്ന, ശരിക്കും കരിയർ കൗൺസിലിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് സെൽഫ് അവെയർനെസ്, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ഈ കുട്ടികളുടെ 5 ഡയമെൻഷൻസിൽ ഞാൻ അവരെ മനസ്സിലാക്കി. അവർക്ക് അന്ന് വന്ന് ടെസ്റ്റ് എടുത്തു. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് മുഴുവനും നമ്മുടെ കൊടമാളൂർ BEd കോളേജിലെ കുട്ടികളും പിന്നെ അവിടുത്തെ NSS വോളണ്ടിയേഴ്സും പിന്നെ CMSലെ വോളണ്ടിയേഴ്സും. അവർ കാരണം ഈസി ആയിട്ട് നമ്മൾ ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. കുട്ടികളുടെ ഓരോരുത്തരുടെയും റിപ്പോർട്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നോക്കുന്ന പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എൻ എക്സ്ട്രോവേർട്ട്, ലൈക്ക് ഔട്ട്സൈഡ് ടു ഇൻ ഒരാളാണ്. സെൻസിങ് ആണ്, അദ്ദേഹത്തിന്റെ സെൻസസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നു. ഡിസിഷൻസ് എടുക്കുന്നത് കൂടുതൽ ഫീലറാണ്. ഷീ വാണ്ടഡ് ടു ബിക്കം എ ക്രാഫ്റ്റ് ടീച്ചർ. ക്രാഫ്റ്റ് ടീച്ചറാണ് അദ്ദേഹത്തിന് ആകാൻ ആഗ്രഹം. കൊടുത്തിരിക്കുന്നത് സ്കൂൾ ടീച്ചിങ്ങും ആക്സസറി ഡിസൈനുമാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് എസ്പെഷ്യലി നമ്മുടെ ഈ മക്കൾക്ക് പെട്ടെന്ന് ഒരു ടീച്ചർ ആകാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ. സോ ഇങ്ങനത്തെ തന്നെ സ്കൂൾസിൽ അവർക്കൊരു ചാൻസസും കിട്ടും. പ്ലസ് ആർട്ടിസ്റ്റിക് ആയതുകൊണ്ട് ആക്സസറി ഡിസൈൻ ഇൻട്രസ്റ്റുകൾ എന്ന് പറയുന്നത് ഷീസ് ഏബിൾ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്, മറ്റുള്ളവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ റിയലിസ്റ്റിക് കൈകൊണ്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആർട്ടിസ്റ്റിക്കുമാണ്. കുറവുള്ളത് ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയും, നമ്പേഴ്സ് വെച്ച് കണക്കൂട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതെങ്ങനെ ഹെൽപ്പ് ചെയ്യാം. ലോജിക്കൽ എബിലിറ്റിയും വെർബൽ എബിലിറ്റിയും ഇംഗ്ലീഷ് ലാംഗ്വേജും കുറച്ച് കുറവാണ്. ലോജിക് എന്ന് പറഞ്ഞാൽ ലൈക്ക് ലോജിക്കിൽ ചിന്തിക്കാന്ന് പറയല്ലേ, ഫാക്ട്സ്, ബേസ്ഡ് ഓൺ ഫാക്ട്സ്, നെഞ്ചിൽ നിന്നല്ല തലയിൽ നിന്നുള്ള ചിന്തകൾ എന്ന് പറയുന്നില്ലേ. നിങ്ങൾക്ക് ടീച്ചേഴ്സായിട്ട് റിഡിൽസ് പഠിപ്പിക്കാം അവരെ, ഇങ്ങനെ കുട്ടി പദ്യങ്ങളൊക്കെ പോലത്തെ ഇല്ലേ. പിന്നെ സുഡോക്കോ പോലത്തെ കളികൾ. ആൻഡ് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, വിഷ്വൽ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിഡിൽസിലേക്ക് നീങ്ങാം. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചിന്തിക്കാൻ പറയണം. അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ദേ ക്യാൻ ബിക്കം ബെറ്റർ. പിന്നെ ലൈഫ് ഇൻസിഡൻസസ്, ഇപ്പം നമ്മുടെ ഇവിടെ ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു പ്രോഗ്രാം നടന്നു, എന്തുകൊണ്ടാണ് എന്നുള്ള കണക്ട് ചെയ്ത് ചെയ്യുവാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കി അവർ ചിന്തിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ദേ വിൽ ബിക്കം എക്സലന്റ്. ടാപ്സ് ഞാൻ പറഞ്ഞതുപോലെ ഇമാജിനേഷൻ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യണം. ഇപ്പം ക്രാഫ്റ്റ് ടീച്ചർ ആണെങ്കിലും വാവയോട് പറയണം കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ. പിന്നെ ലീഡർഷിപ്പ് റോൾസ്, ഇപ്പം നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും ഒരു ലീഡർഷിപ്പ് റോൾ മോക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷി വിൽ ബിക്കം ബെറ്റർ. നമുക്ക് അസസ്മെന്റ് തുടങ്ങണം. 1-to-1 അസസ്മെന്റ് ആണ്. ഷൈൻ ഡോക്ടർ പറഞ്ഞപ്പോ എങ്കിൽ ഓക്കെ ഞാനും വരുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഡ്രിങ്കും ഓഫർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഒരു സീ ഹെൽത്ത് ഫോർട്ട് എന്ന് പറഞ്ഞുള്ള ഡ്രിങ്ക് ഓഫർ ചെയ്തത്. ശംഖപുഷ്പവും അശ്വഗന്ധിയും ഞെരിഞ്ഞിലും ബാർലിയും ഒക്കെയുള്ള ഒരു നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഊർജ്ജം നൽകുന്ന ഒരു ഡ്രിങ്കാണ് ഈ സീ ഹെൽത്ത് ഫോർട്ട്. കുടിക്കുന്നതിന് മുമ്പ് ഒന്ന് സീ ഹെൽത്ത് ഫോർട്ടിനെ കുറിച്ചും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുന്നു. അതെ, ഇപ്പൊ കുടിച്ച ഈ ഡ്രിങ്കിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ലതിക സുഭാഷ് മാഡം, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ വനം വികസന കോർപ്പറേഷന്റെ മേധാവിയാണ്. അപ്പൊ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള സമയമാണ്. കാരണം എന്താ വെച്ചാല് ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കിട്ടാന്ന് വെച്ചാൽ ലോകത്ത് വനം ഓരോ ദിവസങ്ങളും ഒരു 11 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പത്തില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലതിക സുഭാഷ് മാഡത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള സമയമാണ്. ആയുർവേദത്തിലൊക്കെ ഞങ്ങൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഏകാരോഗ്യം, 1 ഹെൽത്ത് എന്നുള്ള ഒരു മോട്ടോ ഉണ്ടായിരുന്നു. 1 ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ സസ്യലതാദികളും ജീവജാലങ്ങളും ഒക്കെ തന്നെ ഒത്തൊരുമയോടുകൂടെ ജീവിച്ചാലേ ലോകത്ത് ആരോഗ്യം ഉണ്ടാവും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായത് ഈ അടുത്ത കാലത്ത് കോവിഡ് വന്നതോട് കൂടിയിട്ടാണ്. കാരണം ഒരിക്കലും മനുഷ്യനെന്ന നിലയിൽ ഒരു എൻഡൈറ്റിക്ക് ആരോഗ്യത്തെ എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും നിലനിർത്താൻ കഴിയുകയില്ല. നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ചെയ്താലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ എന്നെ ഈ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് ഷൈനി മാഡത്തോടും അതുപോലെ തന്നെ കുര്യൻ സാറിനോടും ഈ കോട്ടക്കൽ ആയുർവേദശാല എന്ന മഹത് സ്ഥാപനത്തിന്റെ പേരിൽ, ആയുർവേദത്തിന്റെ പേരിൽ, ഒരു വളരെ പൗരാണികമായ ഒരു വൈദ്യശാസ്ത്രത്തിന്റെ പേരിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഈ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഈ വൈബ് ഇവിടെ നിലനിർത്താൻ ഇതിന്റെ പരിപാടിയുടെ പേരിന് ഡയറക്ഷൻ ടു സീ ദ ഫ്യൂച്ചർ എന്നാണ്. അപ്പൊ സീ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാവിയെ എങ്ങനെ കാണണം എന്നുള്ളതാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഡിഫറൻ്റ് ആണ്, പക്ഷെ നമ്മൾ യൂണിക്ക് കൂടിയാണ്. നമ്മൾ ഓരോരുത്തരും യൂണിക്കാണ്, അതായത് സമാനതകൾ ഇല്ലാത്തവരാണ്. നമ്മുടെ DNA അറിയാം അല്ലെ. നമുക്ക് DNA എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA ആവില്ല മറ്റൊരാളുടെ DNA, നമ്മുടെ ഫിംഗർ പ്രിന്റ് ആവില്ല മറ്റൊരാളുടെ ഫിംഗർ പ്രിന്റ്. നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റ്, ഉള്ളിലുള്ള കഴിവ് നമ്മൾ അറിയുക വേണം. അത് മാത്രമല്ല, നമ്മളൊരു ഫ്യൂച്ചറിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഭാവിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു ജോലി തിരഞ്ഞെടുക്കുന്നത് നോട്ട് ബൈ ചാൻസ് ബട്ട് ബൈ യുവർ ചോയ്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടെ ആ ജോലിയിലേക്ക് ഒരുപാട് കാലം, കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ
ഓരോ കോശങ്ങൾക്കടക്കം സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്ത് വേണം? നമുക്ക് ആനന്ദം കിട്ടാൻ കഴിയണം, അല്ലേ? ആനന്ദം ലഭിക്കണം. അതുകൊണ്ട് നോട്ട് ബൈ ചാൻസ് ബട്ട് ബൈ ചോയ്സ് യു ഹാവ് ടു ചൂസ് യുവർ കരിയർ. സമയം അദ്ദേഹത്തിൽ പറയുന്ന ഒരു ശ്ലോകത്തിന്റെ ഒരു സാരം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Those who has health has hope and those who has hope has everything. അപ്പൊ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. താങ്ക് യു. ഇപ്പം നമ്മളൊരു 10-12 കേസ് നമ്മൾ കുഞ്ഞുങ്ങളുടെ അസസ്മെന്റ് ഡിസ്കസ് ചെയ്തതിൽ സാറിന് എന്താണ് മനസ്സിലായത്? നമ്മൾ കാണാത്ത കുറെ അല്ലെ നമുക്ക് അറിയാൻ പറ്റാത്ത അറിവുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അവർക്ക് ഇന്ന കഴിവുണ്ട്, അല്ലെ ഇന്ന ഏരിയയിലുണ്ട്, നമുക്ക് ഇപ്പൊ വേറൊരു പുതിയൊരു ഇൻഫർമേഷൻ ആകും. അത് നമുക്കൊരു പറഞ്ഞ വണ്ടറിങ്. കാരണം വെച്ചാൽ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കുട്ടി ഇതല്ല, അതിനപ്പുറം മറ്റൊരു കഴിവുണ്ട് എന്നുള്ളത് അത് നമുക്ക് ഞാനിപ്പോ ഓരോരുത്തരെയും വായിക്കും, നമുക്കത് അത്ഭുതമായിട്ട് തോന്നുന്നു. വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ. അപ്പൊ അവരോട് നമ്മൾ ഓരോ വർഷമാണെങ്കിലും ഇങ്ങനെ ക്ലാസ് ടൈമിൽ നമ്മൾ ചോദിക്കാറുണ്ട് ആരാകണമെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ വർഷം പറയുന്ന ആൻസർ ആയിരിക്കത്തില്ല നെക്സ്റ്റ് ഇയറിൽ. അപ്പൊ അവർക്ക് തന്നെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് അവർക്ക് ഒരു ഔട്ട്ലൈനും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു അനാലിസിസിലൂടെ അവരുടെ ആ ഒരു മനസ്സിലേക്ക് ആ ഒരു പോയിന്റ് എത്തിയിരിക്കുകയാണ്. അപ്പൊ അവരിനി അത് കിട്ടാൻ വേണ്ടിട്ട് അവർ ട്രൈ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. നമുക്കൊക്കെ ചിലപ്പോൾ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തായിരിക്കും എന്തിലേക്കാണ് അവർക്ക് പോകേണ്ടതെന്ന് അവർക്കൊരു ലക്ഷ്യം കാണുമായിരിക്കും. പക്ഷെ അവർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ മാമി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ചെയ്തുകൊണ്ട് അവരുടെ പാത്ത് ശരിയാണോ തെറ്റാണോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല അവർക്ക് ഏത് രീതിയിലോട്ട് മാറ്റി കൊടുക്കണം എന്നൊക്കെ മനസ്സിലാകാൻ പറ്റി. അപ്പൊ അവരെ ആ രീതിയിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അത് വളരെ നന്നായിട്ടുണ്ട്. സുജാത മിസ്സേ, ബ്രെയിലല്ലേ പഠിപ്പിക്കുന്നേ? അതെ. മിസ് എത്രാമത്തെ വയസ്സിലാണ് ഈ ബ്രെയിൽ കംപ്ലീറ്റ് ചെയ്തത്? 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് വായിക്കാനൊക്കെ തുടങ്ങിയത്. അതുവരെ എനിക്ക് വായിക്കാൻ പറ്റില്ലായിരുന്നു, എഴുതുമായിരുന്നു. വെരി ഗുഡ്. എത്രാമത്തെ വയസ്സിലാണ് ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയത്? എത്ര നാളായി? ഇപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായിട്ടുള്ളൂ. വെരി ഗുഡ്. ഇവിടുത്തെ കുട്ടികള് ബ്രെയില് എത്ര പെട്ടെന്ന് പഠിക്കുന്നുണ്ട്? അത് പലരും പല രീതിയിലാണ്. ഇതുവരെ പഠിക്കാത്തവരും ഉണ്ട്. പിന്നെ ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാല് ഇടതുവശത്ത് 2 ഡോട്ട് വലതുവശത്തിടും. അങ്ങനെ ഒരു എന്താ പറയാ സൈഡ് കറക്റ്റ് ആവാത്ത ഒരു പ്രശ്നമുണ്ട്. പിന്നെ ചിലര് കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. അവര് ഇപ്പൊ 1 മാസം കൊണ്ട് പഠിച്ചവരും ഉണ്ട്, 4 മാസം കൊണ്ട് പഠിച്ചവരും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെല്ലാരും ഡിഫറെന്റ് അല്ലേ? അതുകൊണ്ടുള്ള ഒരു ഏറ്റക്കുറവാണ് അല്ലെ? ഇപ്പൊ ഈ അസസ്മെന്റ് എടുത്തല്ലോ കുഞ്ഞുങ്ങളുടെ, അവരെവിടെയാണ്, അവരുടെ സ്കിൽസ് എവിടെയാണ്, അവരുടെ പേഴ്സണാലിറ്റി എവിടെയാണ്, അതിനെ കുറിച്ച് സുജാത മിസ്സിന് എന്നാണ് പറയാനുള്ളത്? അവർക്ക് കുറച്ചും കൂടി ഒരു ടൈം വേണം ചിലർക്കൊക്കെ പഠിക്കാനായിട്ട്. കൂടുതലായിട്ട് സമയം ചെലവഴിക്കേണ്ടി വരും. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്നാ മിസ്സിന് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന, സന്തോഷം തോന്നുന്ന ഏത് കാര്യത്തിലാണ്? അല്ല, അവര് നമ്മള് പഠിപ്പിച്ചു കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് പറയുമ്പോഴാണല്ലോ നമുക്ക് അതിനൊരു സന്തോഷം ഉണ്ടാവുക. കാരണം അത്രയും ഒരു പഠിച്ചല്ലോ എന്നുള്ള ഒരു തീർച്ചയായിട്ടും ഒരു ടീച്ചറിന്റെ നേതൃത്വത്തിൽ അതൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ അല്ലേ? ജോബ് സാറ്റിസ്ഫാക്ഷൻ. താങ്ക് യു മിസ്. താങ്ക് യു. മിസ്സിന്റെ നാട്? എന്റെ നാട് മലപ്പുറത്താണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് ആറ്റിങ്ങല്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഇല്ലത്ത് കവല. ഓക്കെ മാം, താങ്ക് യു മിസ്സേ. മിസ് ഒരു സയൻസ് ടീച്ചർ അല്ലേ? കരിയർ കൗൺസിലിംഗ് അത് എത്ര സയന്റിഫിക് ബേസ്ഡ് ആയിട്ട് മിസ്സിന് തോന്നി? ഇതിപ്പം നമ്മൾ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി, അതായത് അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്യൂട്ടബിളായിട്ട് പോയെങ്കിൽ അവർക്ക് വേറൊരു മേഖലയിൽ എത്താം, അല്ലെ അവർക്ക് ഇന്നൊരു ടാലന്റ് ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അവരെ ആ രീതിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മേഖലയിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ഇതിൽ നിന്നും നമുക്ക് പറ്റുമെന്ന് യെസ് മിസ്സേ. ആക്ച്വലി മിസ്സേ, ഈ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫുള്ളി സയന്റിഫിക് ബേസ്ഡ്. അവരെന്താണ്, അവരുടെ സൈക്കോളജി എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ആസ് എ സയൻസ് ടീച്ചർ മാമിന് മനസ്സിലായി കാണും അവരുടെ പേഴ്സണാലിറ്റി എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ സ്കിൽസ് എന്താണ്. മിസ് പറഞ്ഞ പോലെ അവരുടെ സ്കില്ലുകൾ മനസ്സിലാക്കാൻ പറ്റിയല്ലേ? ടീച്ചർമാർക്കൊന്ന് ആ സ്കിൽസ് ഒന്ന് പോളിഷ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ദേ ക്യാൻ ഡെഫിനറ്റ്ലി ബിക്കം ദ ബെസ്റ്റ്. താങ്ക് യു മിസ്സേ. മുമ്പ് മുതൽക്കേ ആനത്തിരി കമ്പം എനിക്കുണ്ടേ, മുമ്പിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ടമരത്തിൻ ചില്ലകൾ ചെയ്യാൻ വേണ്ട കരുത്തുണ്ടേ. മിടുക്കനാണല്ലോ. അപ്പൊ മലയാളം അറിയാം, പാട്ടും അറിയാം അല്ലേ? സൂപ്പറായിട്ട്. ആൻഡ് കുഞ്ഞാവേ, ഒരു കാര്യം ചെയ്യാം, ഏറ്റവും ഇഷ്ടം എന്നാകാനാ? സാറാകാൻ. ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്.
അവനവനെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാന തത്വം. പലർക്കും ഇപ്പോൾ ഇന്ന് ആ ഒരു തിരിച്ചറിവാണ് ഇല്ലാത്തതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു റിയലൈസേഷനിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. This program is sponsored by Nusrat Restaurant Kottayam, BNI Dominus and Kottakkal Ayurveda Shala.